പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാവുന്ന സാഹചര്യത്തിൽ ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഗൾഫ് രാജ്യങ്ങളിൽ ആശങ്ക പരത്തിയ രാത്രിയാണ് കടന്നുപോയത്. ആണവ കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതിന് തിരിച്ചടിയായി ഖത്തറിലെ വ്യോമത്താവളം ഇറാൻ ഇന്നലെ ആക്രമിച്ചു. യുഎസിന്റെ വ്യോമത്താവളം. ഇതോടെയാണ് മേഖലയും ആശങ്കയിലായത്. ഇറാന്റെ 190 കിലോമീറ്റർ തെക്കായി സ്ഥിതി ചെയ്യുന്ന ഖത്തറിലാണ് പശ്ചിമേഷ്യയിലെ യുഎസിന്റെ ഏറ്റവും വലിയ സൈനിക താവളമായ അൽ ഉദൈദ് സ്ഥിതി ചെയ്യുന്നത്. ഈ കേന്ദ്രമടക്കം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. Reduce the brightness in your phone, you can see it properly. Can you put him right there? Honey. എന്താണെന്നറിയില്ല. ഇത് കണ്ടോ, ഇത് മൊത്തം മറ്റേ ഇതാ. സംഘർഷം അതിരൂക്ഷമായി മുന്നോട്ട് പോവുകയാണ്. ഇറാനും ഇസ്രയേലും വെടിനിർത്തലിന് ധാരണയായി എന്ന സുപ്രധാന പ്രഖ്യാപനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വന്നിട്ടുണ്ട് രംഗത്ത്. 6 മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ പ്രാബല്യത്തിലാകുമെന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ ഇറാനും ഇസ്രയേലും ഇക്കാര്യത്തോട് പ്രതികരിച്ചിട്ടില്ല. ടെഹ്റാനിൽ ഇസ്രയേൽ ആക്രമണം തുടരുന്നു എന്നാണ് റിപ്പോർട്ട്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് അശ്വജിത് സി ചേരുന്നു. നമുക്കിപ്പം അശ്വജിത്, ഗുഡ് മോർണിംഗ്. നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഗുഡ് മോർണിംഗ് നമ്മൾ പറയുന്നുവെങ്കിലും അത് നമ്മുടെ ഒരു പ്രതീക്ഷയാണ്. വെടിനിർത്തലിന് ധാരണയായി എന്ന് ട്രംപ് പറയുമ്പോഴും ഇരു രാജ്യങ്ങളും അതിനോട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ലല്ലോ. വിശദവിവരങ്ങൾ ഏറ്റവും പുതിയതായി നൽകാനാവുന്ന എന്തൊക്കെയാണ് അശ്വതി? മോത്തി, ഒരുപക്ഷെ ഇന്ന് ഈ പ്രഭാതത്തിൽ ആ സുപ്രധാനമായ അല്ലെങ്കിൽ ആശ്വാസകരമായ വാർത്ത ഒരുപക്ഷെ നമുക്ക് കേൾക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇതുവരെയും പ്രതീക്ഷിച്ചിരുന്നത്. ഏറെക്കുറെ ഒരു വെടിനിർത്തലിലേക്കുള്ള ധാരണയായി എന്ന തരത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ലോകത്താകമാനവും ചർച്ചകൾ വന്നതുമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരപ്രകാരം ഇറാന്റേതായി ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ഇറാന്റെ വിദേശകാര്യ മന്ത്രിയുടേതായിട്ടൊരു പ്രതികരണമാണ്. അതിൽ ഇറാൻ വ്യക്തമാക്കുന്നത് തങ്ങൾക്ക് ഒരു തരത്തിലും ഇത് മുന്നോട്ട് കൊണ്ടുപോകുക അല്ലെങ്കിൽ യുദ്ധം തുടരുക എന്ന ഉദ്ദേശമില്ല. പക്ഷേ ഇസ്രായേൽ ആദ്യം വെടിനിർത്തലിന് തയ്യാറാവാതെ, ഇസ്രായേൽ ആദ്യം ആക്രമണം നിർത്താതെ ഈ സീസ്ഫയർ എഗ്രിമെന്റുമായി അല്ലെങ്കിൽ ഈ വെടിനിർത്തൽ കരാറുമായോ അല്ലെങ്കിൽ ഈ വെടിനിർത്തൽ ധാരണയുമായോ തങ്ങൾക്ക് സഹകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതായത് നിലവിൽ ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് 6 മണിക്കൂറിനകം തന്നെ സമ്പൂർണ്ണമായൊരു വെടിനിർത്തൽ ഉണ്ടാകുമെന്ന്. പക്ഷേ നിലവിൽ അത് ഇറാൻ സ്ഥിരീകരിക്കുന്നില്ല. എന്നാൽ അത് തള്ളുന്നുമില്ല. ഒരുപക്ഷെ ഇസ്രായേൽ ആദ്യം വെടിനിർത്തലും അല്ലെങ്കിൽ ആക്രമണവും അവസാനിപ്പിച്ചാൽ പരിപൂർണമായി അതിനോട് സഹകരിക്കാമെന്ന് തന്നെയാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടാവുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഈ കഴിഞ്ഞ രാത്രിയിലും, അതായത് ഇന്ത്യൻ സമയം പുലർച്ചെയും അവിടെ ആക്രമണങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. ഇറാനും ഇസ്രായേലും ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ തോതിലാണെങ്കിൽ പോലും നടത്തുന്നു എന്നുള്ളതാണ് വിവരം വരുന്നത്. അതുകൊണ്ട് ഒരു സീസ്ഫയർ അല്ലെങ്കിൽ ഒരു പരിപൂർണമായ ഒരു വെടിനിർത്തൽ എന്ന ആ ഒരു സംഭവം ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അതിനുള്ള സാധ്യതയും തള്ളിക്കളയാനും കഴിയില്ല. അമേരിക്ക ഈ ഖത്തറിൽ വ്യോമത്താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തെ ഏത് തരത്തിലായിരിക്കും പ്രതിരോധിക്കുക? അതിന് മറുപടിയായി അമേരിക്കയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉണ്ടാകുമോ? ട്രംപ് ഈ വെടിനിർത്തലിനെ കുറിച്ചൊക്കെ പറയുമ്പോഴും ഈ ഖത്തറിലെ അമേരിക്കൻ ബേസിന് നേരെ നടത്തിയ ആക്രമണത്തിൽ ട്രംപ് കഴിഞ്ഞ ദിവസം തന്നെ അത് വ്യക്തമാക്കിയതാണ്. അതായത് ഇതൊരു നോട്ടീസ് ഇഷ്യൂ ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള ഒരു ആക്രമണമാണ് എന്നും അത് കാര്യമായ നാശനഷ്ടങ്ങളിലേക്ക് പോയിട്ടുമില്ല. അവിടെ ഈ ഇറാന്റെ മിസൈലുകളെല്ലാം പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് അത് തകർക്കുകയും ചെയ്തു. ആ മേഖലയിൽ ഒരു അശാന്തി നിലനിന്നു അല്ലെങ്കിൽ മേഖലയിൽ ഒരു പരിഭ്രാന്തി നിലനിന്നു എന്നതിൽ കവിഞ്ഞ് അമേരിക്കയ്ക്ക് വലിയ നാശമുണ്ടാകുന്ന രീതിയിലേക്ക് ആ ആക്രമണം പോയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഇന്നത്തെ ഈ പ്രഖ്യാപനം അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെ നടത്തിയിട്ടുള്ള ആ ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം ധാരണ എന്നത് ഒരുപക്ഷെ ഇതുകൂടെ കണക്കിലെടുത്തുകൊണ്ട് ഇനി കൂടുതൽ ഈ വിഷയം ഒരുപക്ഷെ കൂടുതൽ സങ്കീർണമോ അല്ലെങ്കിൽ കൂടുതൽ ഗുരുതരമോ ആവാതെ നിലവിൽ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് അതിനൊരു സമാധാനം കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ട്രംപിന്റെ ആ പ്രഖ്യാപനം വന്നിട്ടുള്ളത്. പക്ഷെ അത് ഏത് തരത്തിലാണ് ഈ പ്രതിഫലിക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. ഇറാനും ഇസ്രായേലും നിലവിൽ വളരെ പ്രതീക്ഷയോടെ ലോകരാജ്യങ്ങളൊക്കെ കാത്തിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അശ്വജിത് സിയാണ് വിശദവിവരങ്ങൾ നൽകിയത്.